ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈഫ് ബൈറ്റ്സ്. ബാംഗ്ലൂർ വ്ളോഗിലെ 3rd എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിരുന്നല്ലോ അണ്ണൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെ 2 ദിവസം തങ്ങിയതിന് ശേഷം ഞങ്ങൾ വാടക വീട് തിരക്കാനായിട്ട് പോയായിരുന്നു. അപ്പോൾ വാടക വീട് തിരക്കാനായിട്ട് പോയപ്പോഴേ വളരെ എക്സ്പെൻസീവാണ്. 1 BHK തന്നെ നല്ല എക്സ്പെൻസീവാണ് ഇവിടെ. അപ്പോൾ എന്തായാലും കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ലെഫ്റ്റ് സൈഡിലൊരു റെഡ് കളറിലെ റോഡ്സ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അത് കണ്ടോ? അത് ബസ് ലൈനാണ്. ബസ്സിന് വേണ്ടി മാത്രമുള്ള ഒരു പോർഷനാണ്. അത് നല്ലതല്ലേ? വാടക വീടിൻ്റെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാനായിട്ട് വണ്ടി നിർത്തി വെച്ചിരിക്കുക. പിന്നെ നിങ്ങൾ ആ ബൈക്ക് ശ്രദ്ധിച്ചോ? ബ്ലൂ കളർ. ആ ബൈക്ക് വാടകയ്ക്ക് കൊടുക്കുമോ അത്രേ? റേറ്റ് അറിഞ്ഞുകൂടാ. എന്തായാലും നല്ല കാര്യം അല്ലേ? ഇതാ നമ്മളുടെ പുതിയ വീട്ടിലെത്തി. ഏട്ടൻ ഗ്യാസ് ഫിറ്റ് ചെയ്യുകയാണ്. ആദ്യം വളരെ സന്തോഷത്തിലാണ്. പുതിയ വീടല്ലേ, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഞങ്ങളെല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. റെൻ്റ് ഇച്ചിരി അഫോർഡബിൾ അല്ല, കുറച്ച് എക്സ്പെൻസീവ് ആണ്. പിന്നെ ഇങ്ങനെ ഒരു സിറ്റിയിൽ എന്തായാലും 1 BHKക്ക് ഇത്രയും റെൻറ്റ് കൊടുത്തേ മതിയാവൂ. അതുകൊണ്ട് അങ്ങനെ ഇത് തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ലഗേജൊക്കെ സെറ്റ് ചെയ്ത് ബാംഗ്ലൂർ പാലസ് പോകാനായിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ട്. ബാംഗ്ലൂർ വന്നിട്ട് പാലസ് കണ്ടില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ? എല്ലാവരും ഹായ് പറഞ്ഞേ. ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഗുണമുണ്ട്, ഞാൻ ഡ്രൈവ് ചെയ്യുന്ന പോലെ ഉണ്ടല്ലേ. ട്രാഫിക് എവിടെ പോയാലും ട്രാഫിക് ഉണ്ടാവുമല്ലോ. എന്തായാലും ബാംഗ്ലൂർ പാലസ് പോകുന്ന വഴിയൊന്നും അറിയത്തില്ല. GPSൻ്റെ സഹായത്തോടെ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഷോർട്ട് കട്ടാണ് കയറി പോണത്. ഇപ്പോൾ അപ്പുറം ഇവിടെ കയറി ട്രാഫിക് കുറേശ്ശെ വണ്ടികൾ വിട്ടുകൊണ്ട്. നമ്മൾ കാണാൻ പോകുന്ന പാലസ് ചെറിയൊരു പാലസാണ്. വലിയ പാലസ് ഒന്നുമല്ല, ചെറിയൊരു പാലസാണ്. കാളവണ്ടിയുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. ആദ്യം വളരെ എക്സൈറ്റ്മെൻറ്റിലാണ്. അമ്മച്ചി ഒരു ഹായ് പറഞ്ഞേ പപ്പ. ഓക്കെ, ബാംഗ്ലൂർ പാലസ് നമ്മൾ ഇപ്പം എത്താറായി. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ പാലസിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് കാറ് പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നോക്കട്ടെ എവിടെയാണ്. എന്തായാലും കാറ് പാർക്ക് ചെയ്യാനുള്ള സെപ്പറേറ്റ് സ്ഥലം കാണുമല്ലോ. അപ്പോൾ നമുക്കത് ആദ്യം കണ്ടെത്തണം. ഈ മരങ്ങൾ കാണാൻ നല്ല രസമുണ്ട് അല്ലേ? ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ കാരണം അധികം തിരക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇനി അകത്ത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. പുറത്ത് എന്തായാലും അത്രയും വലിയ തിരക്കൊന്നും കാണുന്നില്ല. In 200 meters, turn right toward Palace Grounds Inner Road. In 100 meters, turn right. Right. അങ്ങനെ കാർ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ടിക്കറ്റ്സ് ഒക്കെ എടുത്തു. ഇവിടെ പെർ ഹെഡ് 250 റുപ്പീസാണ്. പിന്നെ 300 റുപ്പീസ് എക്സ്ട്രാ ഫോർ ക്യാമറ. നമുക്ക് ഫോണൊക്കെ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. 300 റുപ്പീസ് എക്സ്ട്രാ ചാർജ് ചെയ്തതിന് ശേഷം. എക്സ്പെൻസീവാണ്. ഇവിടെ നമ്മൾ കയറിക്കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഒരു ഫോണും ഒരു ഹെഡ്സെറ്റും തന്നിരിക്കും. ഹെഡ്സെറ്റ് ഫ്രീ അല്ല കേട്ടോ, 20 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. പിന്നെ ഉള്ള ഫോർമാലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഒരാളുടെ ആധാർ കാർഡ് അവർ വാങ്ങി വെക്കും. ഇതെല്ലാം കണ്ടതിന് ശേഷം തിരിച്ചു പോകുന്ന സമയത്ത് ഇത് തിരികെ തരും. ഈ പാലസിലെ എല്ലാ ഷോപ്പീസിലും ഓരോ നമ്പേഴ്സ് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. ആ നമ്പേഴ്സ് നമ്മൾ തന്നിരിക്കുന്ന ഫോണിൽ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് നല്ല ക്ലിയർ കട്ടായിട്ട് കേൾക്കാൻ പറ്റും. ആ ഹെഡ്സെറ്റ് ഉള്ളത് കാരണം വിത്തൗട്ട് എനി ഡിസ്റ്റർബൻസ് നമുക്ക് ക്ലിയർ ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കേൾക്കാൻ പറ്റും. ആദിക്ക് പാലസ് ഇഷ്ടമായോ? പണ്ടത്തെ ആൾക്കാരെ ജീവിച്ചിരുന്നേ. യെസ് ആദി, ഇത് ഭംഗിയല്ലേ കാണാനായിട്ട്? ഇവിടെ താമസിക്കാൻ പറ്റുമോ? ഇല്ല, ഇവിടെ ഒന്നും താമസിക്കാനൊന്നും പറ്റത്തില്ല. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലേ, പക്ഷേ അധികം തിരക്കില്ലാത്ത പോലെ എനിക്ക് തോന്നി കേട്ടോ. ഡ്രസ്സിങ് ടേബിൾ. ആനയുടെ തുമ്പിക്കൈ സ്കിൻ കൊണ്ട് കവറപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
വീണ്ടും ഒരു ഡ്രസ്സിംഗ് ടേബിൾ. അതുപോലെ തന്നെ ഈ ഓരോ ടൈലാണ് ഇത്. ഈ കുഞ്ഞു പീസൊക്കെ ഓരോന്നും നമ്മളിപ്പോൾ മെഷീൻ കൊണ്ട് വെട്ടിയാൽ ചിലപ്പോൾ ഇത്രയും കറക്റ്റ് കിട്ടി. ഇതെന്തുവാന്ന് എനിക്ക് മനസ്സിലായില്ല. ലാമ്പ് പോലെയൊക്കെ തോന്നി. നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? എന്തായാലും കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇത് നല്ല ഭംഗിയില്ലേ? അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഒരു മുറി കണ്ടു. അതായത് ആ മുറിക്കകത്ത് പണ്ടത്തെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും ഒരുമിച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അകത്തേക്ക് ചെന്ന് കാണാൻ പറ്റത്തില്ല. വാതിലിൻ്റെ അവിടെ നിന്ന് കാണാനേ പറ്റുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കുറച്ച് ഏരിയ റെസ്ട്രിക്റ്റഡ് ആണ് കേട്ടോ. നമുക്ക് എല്ലായിടത്തും ഒന്നും കയറാൻ പറ്റത്തില്ല. അതായത് കണ്ടോ, റെസ്ട്രിക്റ്റഡ് ആണ്. അങ്ങനെ ഞങ്ങൾ കണ്ടതിന് ശേഷം പുറത്തേക്ക് പോവുകയാണ്. ഇതാണ് എക്സിറ്റ്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ കുറച്ച് ക്ലിപ്പിങ്സും കുറച്ച് ഫോട്ടോസും എടുത്തിരുന്നു. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ എന്തായാലും എൻജോയ് ചെയ്ത്, നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഒപ്പം തന്നെ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. എൻജോയ് ചെയ്തെങ്കിൽ അറിയാമല്ലോ, ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് തന്നിരിക്കുന്ന ബെൽ ബട്ടൺ തീർച്ചയായിട്ടും പ്രസ് ചെയ്യുന്നാലേ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ അടുത്ത് എത്തുകയുള്ളൂ. ഓക്കെ ദെൻ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വിത്ത് ദ ന്യൂ ടോപ്പിക്. ബൈ.